പ്രൊഡക്റ്റ് വെച്ചിട്ട് എങ്ങനെ പെട്ടെന്ന് റെഡിയാവാൻ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ ഒരു മോയ്സ്ചറൈസറാണ്. നല്ലൊരു ലിപ് ബാം, നിങ്ങൾക്ക് ഏത് ലിപ് ബാം ആണോ വേണ്ടത് ആ ലിപ് ബാം എടുക്കാം. നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ലിപ് ബാം എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഏത് ലിപ്സ്റ്റിക്കാണോ അവിടെ ഉദ്ദേശിക്കുന്നത് ആ ലിപ്സ്റ്റിക്ക്. ബ്ലഷിന് വേണ്ടി ബ്ലഷ് ഇല്ലാത്തവർക്കാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇടുന്ന ലിപ്സ്റ്റിക്ക് തന്നെ ബ്ലഷ് എടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പിങ്ക് കളർ ലിപ്സ്റ്റിക്ക് എടുക്കണം. അതുപോലെ തന്നെ ഒരു ഐലൈനറാണ് നമുക്ക് ആവശ്യം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ബ്രാൻഡാണോ ആ ബ്രാൻഡിൻ്റെ ഒരു ഐലൈനർ എടുക്കുക. ഫസ്റ്റ് നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യാം. ഫേസ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്, സ്കിപ്പ് ചെയ്യരുത്. കാരണം നമ്മുടെ മുഖത്ത് മോയ്സ്ചറൈസർ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഗ്ലോ അല്ലെങ്കിൽ ആ ഡ്രൈനെസ് ഒക്കെ മാറിക്കഴിഞ്ഞിട്ട് നല്ലൊരു ഗ്ലോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖം ഭയങ്കര ഡ്രൈ ആയിരിക്കും. എപ്പോഴും മുഖത്ത് ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇന്ന് നമുക്ക് വേണ്ടത് അതേസമയം തന്നെ നമ്മൾ ലിപ് ബാമും കൂടി ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുത്തു. കൂടുതലാണെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത് മാച്ച് പറയാൻ. ഞാനിവിടെ എടുത്തേക്കുന്നത് നിവ്യയുടെ ഒരു ഷെയ്ഡ്, എനിക്ക് ഓർമ്മയില്ല, ചെറിയ ഷൈൻ എന്ന് പറയുന്നൊരു ലിപ് ബാമാണ്. അത് നമുക്ക് വേണ്ടത് നന്നായിട്ട് കണ്ണ് ചെയ്ത് കൊടുക്കാം. വാലിട്ടോ വാലിടാണ്ടോ ഇങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതായിട്ടോ വലുതായിട്ടോ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ അധികം കട്ടിക്കൊന്നും വരച്ച് കൊടുക്കുന്നില്ല. കട്ടിയായിപ്പോയി, ഇനിയിപ്പം വരച്ച് കൊടുക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. വാലിച്ചിരി കൂടി പോയി തോന്നുന്നു, കുഴപ്പമില്ല. മസ്കാര കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇവിടെ ഇപ്പം മസ്കാര ഇല്ലാതെയുള്ളൊരു മേക്കപ്പ് ലുക്കാണ് നമ്മൾ നോക്കുന്നത്. മസ്കാര കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ലുക്ക് വരും കേട്ടോ. നിങ്ങൾ അതുകൂടെ ഉള്ളവർ അതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയായിരിക്കും. നമ്മൾ ആവശ്യമില്ലാത്ത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ണെഴുതുന്നതിൽ അത്ര എക്സ്പേർട്ടൊന്നുമല്ല. കുഞ്ഞു പിള്ളേർ എഴുതുന്ന പോലെയുണ്ട്. എന്നിരുന്നാലും പെൺപിള്ളേരും കൂടുതൽ പേരും കണ്ണെഴുതുന്നതിൽ എക്സ്പേർട്ടുകളാണ്. ഞാനെന്താ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കണ്ണെഴുതുന്നതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കണ്ണെങ്ങനെ എഴുതണം എന്നുള്ളത് നിങ്ങളെ ഓരോരുത്തരെയും മാത്രം അനുസരിച്ചിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, സെറ്റ്. ഓ മൈ ഗോഡ്, ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ലിപ് ബാം കുറച്ച് കൂടിപ്പോയി, നമുക്ക് തൂത്തളയാം. അവിടെ ഇരുന്ന് തോർത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു മാറ്റ് ഫിനിഷ് കിട്ടണമെങ്കിൽ ലിപ് ബാം ഉണ്ടെങ്കിൽ ഓക്കെ. ഞാൻ എടുത്തേക്കുന്നത് നൈക്കയുടെ ചായ 80 എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. ഞാനിത് മുന്നേ റിവ്യൂ ചെയ്തിട്ടുള്ള അടിപൊളി ഷെയ്ഡാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ടൊന്ന് വാങ്ങിച്ച് നോക്കട്ടോ. ഒന്ന് ഇട്ട് നോക്കാം. ലിപ് ബാം ഉള്ളോണ്ട് പെട്ടെന്ന് സ്പ്രെഡാം. മാത്രമല്ല ഉണങ്ങി കഴിയുമ്പോൾ തന്നെ വേറൊരു കളറാവും. ഇപ്പം ഇതാണ് എൻ്റെ ബ്ലഷ് ഇടാതെ ഇത്ര മാത്രം ചെയ്തിട്ടുള്ളൊരു ലുക്ക്. ഇനി നമുക്ക് ബ്ലഷും കൂടി ഇട്ടിട്ടേക്കാം. അതിനുവേണ്ടി ഞാൻ വേറെ ലിപ്സ്റ്റിക്കാണ്. ഇത് ഏത് ലിപ്സ്റ്റിക്കാണ്? LED തോന്നുന്നു. തോന്നുന്നു കുറേ നാളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ പേരൊന്നും കാണുന്നില്ല. ഞാൻ ഈ ഒരുപാട് ബ്ലഷ് വാരിയിടാൻ ഇഷ്ടമൊന്നുമില്ല എനിക്ക്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. ബ്ലഷ് എനിക്ക് മുഖത്തിരിക്കുന്ന കാണുമ്പോൾ എനിക്കത് ഭംഗിയായിട്ട് തോന്നാറില്ല. ബാക്കിയുള്ളവരെ കാണുമ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നാറുണ്ട്. നമുക്ക് ഹെയറും കൂടി ഒന്ന് സെറ്റ് ആക്കുവാണെങ്കിൽ ഓയിലിട്ട് എങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ ലുക്ക് തന്നെ മാറി. നമ്മുടെ ഐബ്രോസും കൂടെ ഫിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഞാൻ ഐബ്രോസ് നന്നായിട്ട് ഇരിക്കാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ചെയ്ത് കൊടുക്കുക. പെർമനൻ്റ് ആയിരിക്കത്തില്ല, എന്നാലും പെട്ടെന്ന് നമുക്കൊരു അടിപൊളിയൊരു മാറ്റം നമ്മുടെ ഐബ്രോസിൽ കാണാൻ പറ്റും. ഒന്നിങ്ങനെ ഒന്ന് മേലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ലിഫ്റ്റ് ആയതുപോലെ നമുക്ക് തോന്നും. അതുപോലെ ഒന്ന് ലൈൻ ആയതുപോലെ നമുക്ക് തോന്നും. അപ്പം നമുക്ക് എങ്ങനെയാണെങ്കിലും കൂടി സ്റ്റൈൽ ചെയ്യാം. അപ്പം മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ലുക്ക് നോക്കും. മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ മേക്കപ്പ് ചെയ്തതിൻ്റെ അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് തന്നെ ഉണ്ട്. അപ്പം ഇതാണ് അതായത് നമുക്കൊരു ഫൗണ്ടേഷൻ്റെയോ ഒരു കൺസീലറിൻ്റെയോ ഒരു ബ്ലഷിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലേക്കൊക്കെ ഒന്ന് ഒരുങ്ങണമെങ്കിൽ ഇതൊക്കെ മതി. ഇതൊക്കെ ഒരു പെട്ടെന്ന് എല്ലാവരുടെയും കയ്യിലുണ്ടാകുന്ന സാധനങ്ങളാണ്. പെട്ടെന്ന് നമുക്ക് ഒരുങ്ങിയിട്ട് എങ്ങോട്ടെങ്കിലും ഇത് പോകണമെങ്കിൽ പറ്റുന്ന കാര്യമാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഈ ഡ്രസ്സിന് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ചീപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കൈ കൊണ്ട് തന്നെ നല്ല ഒതുങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പ് മുടിയാണ്. അതുകൊണ്ട് ഞാനൊരു ഹൈ പോണി കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ പോണി ടൈൽ ഇടുന്ന സമയത്ത് നമ്മുടെ ഐബ്രോസ് ഇതിൻ്റെ മേലേക്ക് ലിഫ്റ്റ് ആയിരിക്കും. ഐ ലവ് ദാറ്റ്. എന്നിട്ട് ബാക്കിൽ ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ഫ്രണ്ടിലൊരു പണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്തില്ലേ, എന്നായിരുന്നു പഫോ അതുപോലത്തെ ഒരു എഫക്റ്റ് വരും. പക്ഷേ അത്രയും വൃത്തികേടായിരിക്കത്തില്ല. എന്നിരുന്നാൽ പോലും ഈ തല മൊട്ടയായിട്ടിരിക്കുന്നതിൽ നല്ലൊരു ഭംഗിയാണ് ഇങ്ങനെ പൊന്തിച്ച് വെക്കുമ്പോൾ. ഹോപ്പ് യു ആർ
enjoyed, please subscribe.